മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന സംശയം. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായും സംശയമുണ്ട്. സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തുവെന്ന് ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത്. മാന്നാറിലെ കല കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, മാന്നാറിലെ കല കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നറിയുന്നു. എപ്പോഴായിരിക്കും തെളിവെടുപ്പ് നടത്തുക? അതോടൊപ്പം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ പോലീസിന് സംശയമുണ്ട്. കാരണം ഒന്നാം പ്രതി അവിടെ നിന്ന് മാറ്റിയിരിക്കാം എന്നുള്ള ചില സംശയങ്ങളും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യം പോലീസ് പറയുന്നില്ല. പക്ഷേ ഈ കേസിൽ, കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഓരോ ദിവസവും ദുരൂഹതകൾ ഏറെ വരികയാണ്. ഇന്ന് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് ഈ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒന്നാം പ്രതി അനിൽകുമാർ മാറ്റി എന്ന കാര്യം പറയുന്നുണ്ട്. അനിൽകുമാർ മേസ്തിരി പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധമായി അദ്ദേഹത്തിന് ഈ മൃതദേഹം മറവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒന്നാം പ്രതി കൂട്ടുപ്രതികൾ അറിയാതെ, ഈ കസ്റ്റഡിയിലായിരിക്കുന്ന 3 പ്രതികളാണ് കൂട്ടുപ്രതികളായുള്ളത്. ഈ കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി എന്ന സംശയമാണ് പോലീസിന് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാരണം പോലീസ് പറയുന്നത്, ഈ മൃതദേഹം ചിലപ്പോൾ പല ഭാഗങ്ങളാക്കി മാറ്റി പല ഇടങ്ങളിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ടാകും എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ആ കാര്യത്തിലും ഇനിയും വ്യക്തത വരാനുണ്ട്. ആ കാര്യങ്ങളിലൂടെ തന്നെയാണ് അന്വേഷണം പോകുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികളെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിയുള്ള സംഘമാണ്, 21 അംഗ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി വെവ്വേറെയും ഒന്നിച്ചിരുത്തിയും ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മൃതദേഹം മറ്റെവിടെയെങ്കിലും മറവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും പ്രതികളുമായി തെളിവെടുപ്പ് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് ഈ കൂട്ടുപ്രതികളെ ഒന്നാം പ്രതി അനിൽകുമാർ വിളിച്ചത്. ഈ അനിൽകുമാർ വിളിക്കുന്ന സമയത്ത് അവിടെ എത്തിയ പ്രതികൾ അദ്ദേഹത്തെ സഹായിച്ചവരുണ്ട്, സഹായിക്കാതെ പോയ ആളുകളുണ്ട്. ഇന്നലെ സാക്ഷിയാക്കി പോലീസ് പറഞ്ഞ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാതെ പോയ ആളുകൾ, അനിൽകുമാറിനെ സഹായിക്കാതെ പോയതാണ്. എന്തായാലും വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് മൃതദേഹം ഇടാനുള്ള ആദ്യം അനിൽകുമാർ ആലോചിച്ചത് വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്ന് മൃതദേഹം ആറ്റിലേക്ക് കളയാനായാണ്. പക്ഷെ അത് നടന്നില്ല. പിന്നീടാണ് ഇവരുടെ സഹായത്തോടു കൂടി തന്നെ ഈ മൃതദേഹം മറവ് ചെയ്യാനായി സെപ്റ്റിക് ടാങ്കിലേക്ക് കൊണ്ടുപോയത്. സെപ്റ്റിക് ടാങ്കിലേക്ക് ഈ 3 കൂട്ടുപ്രതികൾ അടക്കമുള്ള ആളുകളാണ് കൊണ്ടുപോയി മൃതദേഹം ഇട്ടത്. പക്ഷെ അവിടെ നിന്നും അനിൽകുമാർ 1-2 മാസം കഴിഞ്ഞപ്പോൾ മൃതദേഹം മാറ്റി കാണാമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. കാരണം ഈ പ്രതികളിൽ, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 3 പ്രതികളിൽ ഒരാൾ മാത്രമാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നുള്ള മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്വമേധയാ അനിൽകുമാർ നാട്ടിലെത്തിയില്ലെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലൂടെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ഈ 3 പ്രതികൾ, 2 മുതൽ 4 വരെയുള്ള പ്രതികളാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന് പോലീസ് അവരുടെ മൊഴികളിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.